പോലീസ് ആസ്ഥാനത്തിന് മുകളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ഇപ്പോൾ വി.എസ്. അനു ചേരുന്നു. അനു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? പോലീസ് ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഏത് നിലയ്ക്കുള്ള സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്? ശരത്, ശംഖുമുഖം ACP ഇളങ്കോവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീമിനെയാണ് ഈ ജില്ലയിലെ തിരുവനന്തപുരം സിറ്റിയിൽ രണ്ടിടങ്ങളിലായി ഡ്രോൺ പറന്നു എന്ന വിഷയത്തിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു ടീമിനെ രൂപപ്പെടുത്തിയത്. ഇക്കാര്യം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പുതിയ വിവരം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കോസ്റ്റൽ ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്താൻ വന്ന ഹൈദരാബാദ് കേന്ദ്രീകരിച്ച ഒരു കമ്പനിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കോസ്റ്റൽ മേഖലയിൽ കണ്ടു എന്ന് പറയുന്ന ഡ്രോൺ പറത്തിയത് എന്നൊരു വിവരം നമുക്കിപ്പോൾ അനൗദ്യോഗികമായി കിട്ടുന്നുണ്ട്. ഇവരോട് നാളെ കമ്മീഷനെ വന്ന് കാണാൻ പറഞ്ഞതായും പോലീസ് വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു നിരീക്ഷണം പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. മാത്രമല്ല, മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായി പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ ഇവിടെ മിലിറ്ററി ഇന്റലിജൻസിന്റെയും എയർഫോഴ്സ് ഇന്റലിജൻസിന്റെയും നേതൃത്വത്തിലും ഈ ഡ്രോൺ പറന്ന വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, നിരീക്ഷണം നടക്കുന്നുണ്ട്. മിലിറ്ററി ഇന്റലിജൻസും എയർഫോഴ്സ് ഇന്റലിജൻസും ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ഡിഫൻസിന്റെ PRO നമ്മോട് സംസാരിച്ചു. ഏതായിരുന്നാലും കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ എന്ത് തന്നെയായാലും ഉണ്ടാകും. എന്നാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഡിഫൻസ് PRO നമ്മോട് സംസാരിച്ചത്. ഏതായാലും പോലീസും പ്രതിരോധ സംവിധാനങ്ങളും വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ശംഖുമുഖം ACP ഇളങ്കോവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം, അതായത് സാങ്കേതിക വിദഗ്ധർ അടക്കമുള്ള ഒരു പ്രത്യേക ടീമിനെ നിശ്ചയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, അനുവാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.